ഹലോ, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തോട്ട് വരുമോ? ഇതെന്തുവാ മക്കളെ ഇവിടെ എഴുതി വെച്ചേക്കുന്നേ? അതോ അതില്ലേ അമ്മേ, ബെൽ ഹൗസ് എന്ന് എഴുതി വെച്ചേക്കുന്നേ. അല്ല മക്കളെ, ഈ ബെൽ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? അതില്ലേ അമ്മേ, ഇത് ചിലപ്പോൾ ബെല്ലടിക്കുന്ന ഹൗസ് ആയിരിക്കും. സ്കൂളിലൊക്കെ ബെല്ലടിക്കാറില്ലേ, അതുപോലെ ഇവിടെയും ബെല്ലടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ബെൽ ഹൗസ് എന്ന് വെച്ചതായിരിക്കും. അമ്മേ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബെല്ലടിക്കുന്നത് കൊണ്ട് ബെൽ ഹൗസ് എന്ന് വെച്ചതായിരിക്കും. ഇതാ ഇപ്പൊ ബെല്ലടിച്ചില്ലേ? എടി അവിടെ ശരിക്കും നോക്കിയേ, അതെന്താ ബെൽ ഹൗസ് എന്നാണോ എഴുതി വെച്ചേക്കുന്നത്? ഒന്നുകൂടി നോക്കിയേ. എടി വെള്ളക്കാരി മണ്ടി, അവിടെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന്. അത് ബി അല്ല, എച്ച് ആണത്. ഹെൽ ഹൗസ്. ഹെൽ ഹൗസ് എന്ന് പറഞ്ഞാലേ ഗോസ്റ്റ് വീട്, ഗോസ്റ്റ് വീട്. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾക്ക് ഹോണ്ടഡ് ഹൗസ് എന്ന് എഴുതി കണ്ടപ്പോഴേ അറിഞ്ഞിട്ടില്ല ഇത് ഭൂതവീടാണെന്ന്? ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്തായാലും ഇവിടെ വന്ന് ചേർന്നു. ഇനി അങ്ങോട്ട് നടക്ക്, ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇനിയിപ്പോ വല്ല വേറെ റൂം ഉണ്ടോന്ന് നോക്കാം. അവിടെ ആരെങ്കിലും കണ്ടാലായി. എടി പാറു, ഞാൻ ചിരിക്കുന്നതല്ല പാറു, ഞാൻ കരയുന്നതാ. Oh my God! What happened in your eyes, കുശലകുമാരി? കുശലകുമാരി മോളെ, നീ എന്തിനാ മോളെ കരയുന്നത്? ചേച്ചി, അത് പിന്നെ എനിക്ക് ചെറുപ്പത്തിലെ പ്രേതമെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാ. Hey, കുശലകുമാരി, why are you crying when Paru is here? Don't cry, okay? Okay, പാറു, ഇനി ഞാൻ കരയില്ല കേട്ടോ. ഇനി എന്റെ കുശുമോളൊന്ന് ചിരിച്ചേ. Very good. Okay, now let's go to another room. Come on, follow me. അല്ല സുധ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ചേച്ചി, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു ചേച്ചി. ഇവിടെ പ്രേതമുണ്ടോന്ന് പറഞ്ഞിട്ട്. അതിനിപ്പോ പ്രേതമുണ്ടെന്ന് പേടിക്കാൻ എന്തിരിക്കുന്നു? എനിക്കും ഈ വീടൊക്കെ കാണുമ്പോ പ്രേതമുള്ളത് പോലെയാ തോന്നുന്നത്. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ? ഈ വീട്ടില് പ്രേതമുണ്ടോന്ന് അറിയണം, അത്രയേ ഉള്ളൂ. ശരി, ഞാനിപ്പോ ശരിയാക്കി തരാം. ഇതെവിടുന്നാ പാറു മൈക്കൊക്കെ? അതൊക്കെ കിട്ടി. നിങ്ങൾ എന്താ ഈ പാറയെ പറ്റി വിചാരിച്ചത്? അല്ല പാറു, ഇത് വെച്ചിട്ട് നീ എന്താ ചെയ്യുന്നത്? Wait and watch. എല്ലാവർക്കും നമസ്കാരം. ഈ വീട്ടിൽ പ്രേതം, പിശാച്, ഭൂതം ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. എടി പാറു, നീ എന്തിനാ ഇത്ര ഉച്ചത്തിൽ വിളിച്ചു പോകുന്നത്? ഇത്ര ഉച്ചത്തിൽ വിളിച്ചാലേ പ്രേതത്തിന് കേൾക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഇതെന്താ പ്രേതത്തെ വിളിച്ചപ്പോൾ പട്ടിയാണല്ലോ വന്നത്? ഇവിടെയുള്ള പ്രേതമല്ല വരുന്നത്, ഞങ്ങളുടെ ചെവിയിലുള്ള പൂവൊക്കെ പുറത്തു വരുമെന്നാ തോന്നുന്നത്. ബഹുമാനപ്പെട്ട പ്രേതജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭൂതപിശാചുക്കളെ, നിങ്ങൾക്ക് സ്നേഹത്തോടെയുള്ള സ്വാഗതം. നിങ്ങളെ കാണാൻ വേണ്ടി ധോലപ്പൂരിൽ നിന്നും ചോട്ടാദേവിന്റെ അമ്മയും പുന്നാരപ്പെങ്ങൾ ലച്ചി എന്ന ലച്ചുവും കുശു എന്ന കുശലകുമാരിയും പീപ്പി എന്ന് വിളിക്കുന്ന പപ്പീഷും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അയ്യോടി, ഇതെന്തുവാടി? എടി പാറു, നീ ഒരു പ്രാവശ്യം കൂടി വിളിച്ചേ, അത് വരുമായിരിക്കും. പ്ലീസ് പാറു, ഒരു പ്രാവശ്യം വിളിക്കണേ. ഒരു പ്രാവശ്യം വിളിച്ചേ, നമുക്കിത് പ്രേതമാണോ അല്ലയോ എന്ന് നോക്കാം. നീ വിളിക്ക് പാറു, നീ
വരാനില്ലേ? അയ്യോ, എന്റെ അമ്മ വരെ വിളിക്കാൻ വേണ്ടി പറയുന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എടി, എന്താ ഡിപ്പർ വെക്കുന്നത്? പെട്ടെന്ന് വിളിച്ചേ. വീണ്ടും വീണ്ടും ഒച്ച വെക്കാതെ, ഞാൻ വിളിക്കാം. എന്റെ പ്രിയപ്പെട്ട ഭൂതപിശാചുക്കളെ, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. എന്റെ അമ്മയ്ക്കും ചേച്ചിക്കുമെല്ലാം നിങ്ങളുടെ മുഖം ഒന്ന് ദർശിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ വരണേ. അതുകൂടാതെ ഞങ്ങളെയൊന്നും നീ ഉപദ്രവിക്കരുതേ എന്ന് താഴ്മയായി അപേക്ഷിക്കുക കൂടി ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അയ്യോ, എന്താടി വീണ്ടും എന്തോ പോയല്ലോ ഇതില്. ഇപ്പൊ നോക്ക് ഞാൻ എന്താ ചെയ്യുന്നത്. അയ്യോ അമ്മച്ചേ, പ്രേതത്തെ പിടിച്ചേ. അയ്യോ മോളെ, ഇതെന്താ മോളെ, എന്താ ഒരു ഇടിയായിട്ടിച്ചത്? സോറി ചേച്ചി, അതെ പ്രേതത്തെ പിടിക്കാൻ വേണ്ടിട്ട് കെണിയൊരുക്കിയതാ. ഇറ്റ്സ് ഓക്കെ. ചേച്ചി നിങ്ങളാരാ? ഞാൻ പാത്തു. ഏത് പാത്തു? പാത്തുമ്മയുടെ ആടിന് ബഷീറിന്റെ ആ പാത്തുവാണോ അല്ല സാധാ പാത്തുവാണോ? എടി, നീ എന്നെ കളിയാക്കുവാണോ? കളിയാക്കിയതൊന്നും അല്ല ചേച്ചി, ശരിക്കും ചോദിച്ചതാ. അത് പോട്ടെ, ഞാനാരും ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളാരാ? അതോ ആന്റി, അപ്പൊ ഞങ്ങളെ അയൽവക്കത്തെ വീട്ടിലെ ആൾക്കാരാ. ഹേയ്, എന്നോട് തന്നെ കള്ളം പറയുന്നോ? ഞാനിവിടെ 25 വർഷമായി പ്രേതങ്ങൾക്ക് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ എന്നോട് തന്നെ വെളച്ചിലെടുക്കല്ലേ. ഈ 25 വർഷത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്ത്? 25 വർഷമായിട്ട് പ്രേതങ്ങൾക്ക് സർവീസ് ചെയ്യുന്നു? ഇതെന്തുവാ ചേച്ചി, ഭയങ്കര സ്റ്റാർ പോലെ രാജാവിനൊക്കെ സർവീസ് ചെയ്തതുപോലെയാണല്ലോ സംസാരം. അതോട് നിങ്ങൾ ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ. നിങ്ങളാരാ? ഈ ബഷീറിന്റെ പാത്തു എന്താ വീണ്ടും 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 സിബിനെ പോലെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുവാണല്ലോ. ഇപ്പൊ എന്താ പറയാ? ആ ശരി ബോസ്. ഹായ്, ചിക്കൻ ഗ്രില്ല്. ചേച്ചി, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിന് ഒരു കഷ്ണം തരുമോ ചേച്ചി? മോളെ കൈയെടുക്ക്. പ്ലീസ് ചേച്ചി, ഒരു കഷ്ണം ഞാൻ ചോദിച്ചോളൂ. മോളെ, ഇത് പ്രേതത്തിനുള്ള ഭക്ഷണം, അതുകൊണ്ട് നിനക്കൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. എന്തോന്ന് പ്രേതത്തിനുള്ള ഗ്രില്ലെന്നോ? നിങ്ങളെ പ്രേതത്തിന്റെ ഒന്നിച്ചിട്ടാണോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? സോറി ബോസ്, ഞാനിതാ ഇപ്പൊ വരും. അമ്മേ, ഇതെന്തോന്ന് സ്ഥലമാ അമ്മേ? ഇവിടെ ഭൂതങ്ങളൊക്കെ ഗ്രില്ലൊക്കെ കഴിക്കുന്നല്ലോ. നമ്മുടെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ മോളെ? അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ തന്നെ വന്നെത്തിച്ചല്ലോ. ഇനിയിപ്പോ എന്ന്